ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്നൊരു 2-3 തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കേ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഞാനത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നിങ്ങളുടെ ആ ഒരു സ്പൈസ് ലെവലിനനുസരിച്ച്. ഇനി ഇത് ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട പച്ചമുളക് ചെറുതായിട്ടൊന്നങ്ങ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ഒരു 10-20ഓളം വെളുത്തുള്ളി അല്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി അല്ലി കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം കുറച്ചധികം എടുത്തോളൂ കേട്ടോ. അപ്പോൾ ദാണ്ട അത് ഒന്ന് റോസ്റ്റാക്കി ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം, അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട ആ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെയാണ് ഒന്നങ്ങ് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത 3 തക്കാളി ഉണ്ടല്ലോ, അത് അത്യാവശ്യം വലുതായിട്ട് തന്നെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പാകം വരെ ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ദാണ്ട ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലപോലെ വെന്ത് ഒന്ന് കുഴഞ്ഞു വരുന്ന പാകം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആവുന്നത് വരെയാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ചധികം മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ മല്ലിയില ചേർക്കും, പക്ഷേ ഇതിന് കുറച്ചധികം മല്ലിയിലയുടെ ഫ്ലേവർ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഈ ഒരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം കണ്ടോ, ഞാൻ അതിൻ്റെ തണ്ടൊന്നും എടുത്തിട്ടില്ല, മല്ലിയില കഴുകി അതുപോലെ തന്നെ ചേർത്തേക്കാണ്. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടെ മിക്സാക്കി മല്ലിയിലേക്ക് ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം കണ്ട മല്ലിയിലേക്ക് ഒന്ന് വാടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഒരു ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി ഇതിനി ഒന്ന് തണുത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം കണ്ടോ, ഞാനൊന്ന് റെഡിയാക്കി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി ഇത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇപ്പം കണ്ടോ, ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ജസ്റ്റ് ഒരു പൾസ് മോഡിലിട്ട് 2-3 വട്ടം ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കൂലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. ആ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് കൊണ്ടുവരാൻ അരച്ച്. കണ്ടോ, ഇത് ജസ്റ്റ് ഞാനൊന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ. അത്യാവശ്യം തരിതരിപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പരുവത്തിനാണ് ഇത് കിട്ടേണ്ടത്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടിപൊളി നല്ല മല്ലിയുടെ ഇലയുടെ ഫ്ലേവറും തക്കാളിയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ ചട്നി ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.